സക്കാത്തിന്റെ കാര്യം സഹോദരങ്ങളെ ആളുകൾ കണക്ക് പോലും കൂട്ടണില്ല. കണക്കൂട്ടി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഒരു കൊല്ലം വരുമാനത്തിൽ ചെലവ് കഴിച്ച് ബാക്കി 30,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അവൻ സക്കാത്തിന് അർഹനാണ്, സക്കാത്ത് കൊടുക്കണം. ആൾക്കാർ പറയാ കണക്കൂട്ടലില്ല, കാരണം അതിന് മാത്രമൊന്നും ഇല്ലല്ലോ. കൂട്ടി വെക്കാറല്ലേ സഹോദരങ്ങളെ അറിയാം. കച്ചവടം നടത്തുന്ന ആൾക്കാർ ടാക്സ് കൺസൾട്ടന്റിനെ വെച്ച് കണക്കൂട്ടാണ്, CA-കാരനെ വെച്ച് കണക്കൂട്ടാണ് വരുമാനത്തെ. ഈ ഗവൺമെന്റിനെ പേടിച്ച്, ഇൻകം ടാക്സുകാരെ പേടിച്ച്. സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? നമസ്കാരം കൽപ്പിച്ച പോലെ എത്ര സ്ഥലത്താണ് ഖുർആൻ സക്കാത്ത് കൽപ്പിക്കുന്നത്? നമസ്കാരം സൊഫ് മുസ്ലിങ്ങൾ സമൂഹമായി നിസ്കരിക്കേണ്ട കാര്യമാണ് നമസ്കാരം. സൊഫോട് സൊഫ്, തോളോട് തോള് ചേർന്ന്. അതേപോലെ തന്നെയാണ് സക്കാത്ത്. എന്താണ് സക്കാത്ത്? തൻ്റെ സൊഫിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ സാമ്പത്തിക പ്രയാസം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ളതാണ് സക്കാത്ത്. അയൽവാസി ക്യാൻസറായി കിടക്കുകയാണ്, 40 വയസ്സായിട്ടുള്ളൂ, 5 പെൺകുട്ടികളുണ്ട്, വീടായിട്ടില്ല. അവിടെ പോയി ചോനോട് ഇത് അള്ളാന്റെ വിധിയാണ്, തൃപ്തിപ്പെട്ടാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാ. പക്ഷേ സഹോദരങ്ങളെ, അവൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്. അതിനേക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഒരു വിഷമം വേണ്ട, ഈമാൻ ഉറപ്പിച്ച് മരിച്ചോ, എൻ്റെ 5 പെൺകുട്ടികളെ ഞങ്ങൾ കെട്ടിക്കും, എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? അവിടെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. നമ്മൾ 50 ലക്ഷത്തിന് വീട് വെച്ചു, 1 കോടിക്ക് വീട് വെച്ചു. നമ്മളെ വീട്ടിലേക്ക് ഇനോവ കയറാൻ സ്ഥലമല്ല, റോഡിന് വീതി പോരാ. 1 സെന്റ് സ്ഥലം കൂടി വാങ്ങിയാലേ നമ്മൾ ഇനോവ തിരിയുള്ളൂ. അതിന് നമ്മൾ 12 ലക്ഷം സെന്റിന് വാങ്ങുകയാണ്. ഒരു പാവപ്പെട്ടവന് 4 ലക്ഷം വീടുണ്ടാക്കാൻ പറ്റും. ആ 4 ലക്ഷം വീടിന് നമ്മൾ കൊടുത്ത സംഭാവന എത്ര? 2000 ഉറുപ്പ്യ. നമ്മൾ ഇനോവക്ക് തിരിക്കാൻ 12 ലക്ഷത്തിന് സ്ഥലം വാങ്ങിയ ആളുകൾ പാവപ്പെട്ടവന്റെ വീടിന് കൊടുത്തത് വെറും 2000 ഉറുപ്പ്യാണ്. സഹോദരങ്ങളെ, നമ്മൾ 5 ലക്ഷത്തിന് വീടുണ്ടാക്കി കൊടുക്കണം. ആ അയൽവാസി ക്യാൻസർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന അയാൾക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം, എൻ്റെ പെൺകുട്ടികളെ ഞങ്ങൾ കെട്ടിക്കും, ഈ വിഷമിക്കേണ്ട, ഈ എൻ്റെ കബർക്കുള്ള നോക്കിയാൽ മതി, എൻ്റെ കുട്ടിയൊക്കെ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ. നമുക്ക് വീടുണ്ടാക്കുന്നത് പോലെ നമ്മുടെ അയൽവാസിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുക.